കുറെ നേരമായി റെക്കോർഡും വെച്ചിങ്ങനെ ഇരിക്കുന്നു. അപ്പോ ലൈവായി കൊണ്ടുപോവലാണല്ലോ ക്ലാസ് റൂമിന്റെ ഭംഗി. ഇന്നലെ ഈ നേരത്ത് ഉറക്കത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോ രാവിലെ അൽഹംദുലില്ലാ കുറച്ച് ആൾക്കാര് ഇനി ഉറങ്ങൂല, സുബഹിന്റെ ശേഷം ഉറങ്ങൂല എന്ന തീരുമാനത്തിലെത്തി രാവിലെ തന്നെ ക്ലാസ് റൂമിനെത്തി PM അയച്ചിരുന്നു. അതുകൊണ്ട് ആദ്യമായി നിങ്ങളെല്ലാവരും ഒന്നുകൊണ്ട് ഇൻവൈറ്റ് ചെയ്യുക. വളരെയധികം അറിയേണ്ട സുപ്രധാനമായ, നമ്മളൊക്കെയും ഇന്നല്ലെങ്കിൽ നാളെ മരിക്കണം, ആ ഒരു തയ്യാറെടുപ്പിലാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് ഇതൊക്കെയും ആർക്കൊക്കെ കേൾക്കാൻ സാധിക്കുമോ അവരൊക്കെയും കേൾക്കട്ടെ. അഥവാ ഇന്ന് ലോകം ഒന്നടക്കം നമുക്കറിയാം, ലോകകപ്പ് അല്ലേ, ലോകത്ത് ആകമാനം ജ്വരം ബാധിച്ച് നടക്കുകയാണ് നമ്മുടെ ചെറുപ്പക്കാര് ഫുട്ബോൾ കളിയിൽ. ഇതിനൊക്കെ ഒരു ഇസ്ലാമിക വിധിയുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പറയുന്നത്, ഇങ്ങനെ രാത്രി സമയത്തൊക്കെയും പന്ത് കളി കാണാൻ വേണ്ടി ഉറക്കമൊഴിച്ച് അവസാനം സുബഹിയുടെ നേരത്തൊക്കെയും കൂർക്കം വലിച്ചുറങ്ങുന്ന ഒരു പറ്റം ചെറുപ്പക്കാര് നമ്മുടെ ഇടയിലൊക്കെയുമുണ്ട്. ചിലപ്പോൾ നമ്മുടെ റൂമിലുള്ള എല്ലാവരും നമ്മുടെ KMIC-യുടെ ശ്രോതാക്കളായിക്കോളണമെന്നൊന്നുമില്ല. ഞാൻ ഒരു റൂമ് താമസിക്കുമ്പോൾ ഞാൻ KMIC-യുടെ ഒരു ശ്രോതാവ്, ചിലപ്പം മറ്റുള്ളവര് വേറെ ഏതെങ്കിലൊക്കെയും ചിലപ്പം ആ റൂമിൽ തന്നെ TVയും വെച്ച് പന്ത് കളി കാണുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ അവരോടൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു നന്മ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒരു ഇൽമ് നമുക്ക് കിട്ടുമ്പോ അക്കെങ്കിലും അതൊരു നല്ല നീയത്തോടു കൂടെ പറഞ്ഞു കൊടുക്കുമ്പോ ഉപകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ആദ്യമായി പറയാം, ഇന്ന് ഈ പന്ത് കളിയുടെ തുടക്കവും ക്രിക്കറ്റിന്റെ തുടക്കം അതാരുണ്ടാക്കി, എവിടെന്ന് വന്നു, അതിന്റെ ചർച്ചയിലേക്ക് കടന്നാൽ നല്ലൊരു സമയം അത് പറയാൻ വേണ്ടി വരും. കാരണം ഓരോ കളിയും വരാനൊരു കാരണമുണ്ട്. ഓരോ സ്ഥലത്തിനും ഒരു പേര് വരാനൊക്കെ പല കാരണങ്ങളുണ്ട്. നമ്മളെ കോഴിക്കോടിന് അറബിയിൽ കാലിക്കൂത്ത് എന്നും ഇംഗ്ലീഷുകാർ കാലിക്കറ്റ് എന്നൊക്കെയും പറയും. അതിനിപ്പോ കാരണം പറയുന്നത്, മുമ്പ് 4 അറബികള് കോഴിക്കോട് കടപ്പുറത്ത് വന്നു കോഴിക്കോട് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ കടപ്പുറത്ത് മീൻപിടുത്തക്കാര് കാലിക്കൊത്തയുമായി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് മീൻ കിട്ടാത്തതിന്റെ പേരിൽ. അപ്പൊ അറബികൾ അവരോട് ചോദിച്ചു, ഇത് ഏത് രാജ്യമാണ് എന്നാ ചോദിച്ചത്. അറബികൾ ഇവരോട് ചോദിച്ചത് ഇത് ഏത് രാജ്യമാണ് എന്നാ ചോദിച്ചത്. പക്ഷെ ഈ മീൻപിടുത്തക്കാർ മനസ്സിലാക്കി നിങ്ങളെ മുമ്പിലിരിക്കുന്നത് എന്താണ് എന്നാണ് ബറ്റങ്ങൾ ചോദിക്കുന്നത് വിചാരിച്ചെങ്ങാണ്ട് ഓല് പറഞ്ഞു മീൻപിടുത്ത് കാലിക്കൊത്ത എന്നാണ്. ഇത് രാജ്യതാണെന്നാ ചോദിച്ചത്, പക്ഷെ ഇവര് പറഞ്ഞത് കാലിക്കൊത്ത എന്നാണ്. അപ്പോ അറബികള് എന്ത് പറഞ്ഞത്, അത് കാലിക്കറ്റ് കാലിക്കറ്റ് കാലിക്കറ്റ്, അങ്ങനെയാണ് കോഴിക്കോട്ട് നിന്ന് കാലിക്കറ്റിന് പേര് വന്ന് എന്ന് പറയുന്നു. അതൊന്നൊരു സനതുള്ള വാർത്താനൊന്നും അല്ലട്ടോ, പറഞ്ഞു കേട്ടതാണ്. കൈപ്പുറം എങ്ങനെ ഉണ്ടായി, അതൊക്കെ ഒരു വലിയ സംഭവമാണ്. കൈപ്പുറൊക്കെ എങ്ങനെ ഉണ്ടായിന്നിരിക്കട്ടെ. അപ്പൊ ഓരോ കളികളും വരാനും അതിന് തുടക്കം കുറിക്കാനൊക്കെയും പല കാരണങ്ങളുണ്ട്. ഞാൻ അതിലേക്കല്ല കടക്കുന്നത്. കളിയുടെ ഒരു ഇസ്ലാമിക മാനം, കളിക്കൊരു ഇസ്ലാമിക മാനമുണ്ട്. ഏതൊക്കെ കളി കളിക്കാൻ പറ്റും, അതിന്റെ ഒന്നാമത്തെ അടിസ്ഥാനപരമായി അതിന്റെ മാനം എന്താ, വിധി വരിക. ഈ കളി കൊണ്ട് ഒന്നിരിക്കൽ ബുദ്ധിക്ക് ഒരു കാര്യം വേണം, ബുദ്ധി വർക്ക് ചെയ്യുന്ന ഒരു കളി. ഉദാഹരണം ഇല്ലേ, ചെസ്. നല്ല ബുദ്ധി വർക്ക് ചെയ്യണം. ചെസ് വിജയിക്കണമെങ്കിൽ നല്ല ആന, കുതിര, പിന്നെ അതൊക്കെ ചെക്ക് വീഴും അല്ലെ, ചെക്ക് എന്നൊക്കെ പറഞ്ഞേക്കാം. എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ആ കളി ചിലവരൊക്കെ കളിക്കുമ്പോ എന്താണ് ഇപ്പൊ ഈ കളിയുടെ ഒരു ഗുഡൻസ് മനസ്സിലാണല്ലോ. അപ്പൊ അതിനിങ്ങനെ ശ്രദ്ധിക്കുമ്പോ ചിലവരെ ചെക്ക്, എന്ത് ചെക്ക്, ഞാൻ വിചാരിച്ചു
ഗൾഫിൽ നിന്ന് വരുന്നതാണ് സാധാരണ ചെക്കായിക്ക് നമ്മൾ കേൾക്കാറുള്ളത്. അപ്പൊ ഞാൻ ഏതായാലും പറയുന്നത് അത് നല്ല ബുദ്ധി വികസിക്കണം. നേരെ മറിച്ച് പന്ത് കളിയാണെങ്കിലും ക്രിക്കറ്റ് കളിയാണെങ്കിലും എന്താണ്, അതിന് ശരീരത്തിന് നല്ല വ്യായാമം കിട്ടും അല്ലെ? പന്ത് കളിക്കുമ്പോ നല്ല ആരോഗ്യം, ശരീരം നല്ലോണം ഇളകണം. അതുപോലെ തന്നെ ക്രിക്കറ്റ് ആണെങ്കിലും. അപ്പൊ ഞാൻ ഇവിടെ ചിന്തിക്കേണ്ടത് എന്താ, തെറ്റാണെന്നല്ല പറയുന്നത്. ഞാൻ ബ്രസീലിന്റെ ആളുമല്ല, അർജന്റീനന്റെ ആളുമല്ല, നൈജീരിയക്കാരനുമല്ല, ഇറാനിന്റെ ഒന്നും ആളല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി നമ്മുടെ ചെറുപ്പക്കാരുടെ ഒരു അവസ്ഥ. വലിയ വലിയ പതിനായിരങ്ങളല്ല ലക്ഷങ്ങൾ വില വരുന്ന ഫ്ലക്സുകളാണ് നമ്മുടെ മലപ്പുറം ജില്ലയുടെ ചില ഭാഗങ്ങളിൽ നമ്മുടെ ചെറുപ്പക്കാർ സ്ഥാപിച്ചിട്ടുള്ളത്. ഏതോ രാത്രി അള്ളാഹുവിനെ ഓർമ്മയില്ലാതെ കൂത്താടുന്ന ചെറുപ്പക്കാരുടെ ഫോട്ടോ വെച്ച് ഞങ്ങളോട് കളിക്കണ്ട, ഞങ്ങൾ ഫുട്ബോൾ കളത്തിലെ രാജാക്കന്മാരാണ് എന്ന് ബ്രസീലിന്റെ അനുയായികൾ എഴുതുമ്പോ അതിനേക്കാൾ ഗൗരവത്തിലുള്ള മറ്റു മറുവാക്കുകൾ വെച്ച് അർജന്റീനയുടെ ആൾക്കാർ, ഇതൊക്കെയും ഇതിന്റെ പിന്നിൽ ഭൂരിപക്ഷവും നമ്മുടെ ചെറുപ്പക്കാരാ. അവിടെയാണ് വിഷയം കിടക്കുന്നത്. നമ്മുടെ ചെറുപ്പക്കാരാണ് ഇതിന്റെ പിന്നാലെ. ഞാനൊരു ഒറ്റ കാര്യം പറയട്ടെ, അങ്ങനെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മുടെ ക്ലാസ് റൂമിൽ അങ്ങനെ കലിയുടെ ഭ്രാന്ത് കയറിയ മാഷാ അല്ലാഹ് ഡോക്ടർ കീശേരി സാഹിബ് ക്ലാസ് റൂമിൽ എന്ത് മൈക്കയിലേക്ക് വരാൻ സൗകര്യം ഉണ്ടെങ്കിൽ വരാം. നമ്മളിങ്ങനെ കുറെ സമയം റെക്കോർഡ് വെച്ചപ്പോ എന്തെങ്കിലൊക്കെ ഒരു ഉപകാരമുള്ളത്. എന്ത്, എന്റെ മകൾ മരിച്ച 4 ആണ്ടാണ്. മനസ്സിലായില്ല, എന്തോ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. എന്റെ മകൾ മരിച്ച 4ാമത്തെ ആണ്ടാണ്. നമ്മളെ ഡോക്ടർ അങ്ങനെ തന്നെയല്ലേ, ഞാൻ വായിച്ചോട്ട് പഴിച്ചിട്ടില്ലല്ലോ. ഡോക്ടർ കീശേരി സാഹിബ് അറിയിക്കുന്നുണ്ട് മകള് മരിച്ചു 4ാമത്തെ ആണ്ട് അല്ലേ, ദുആ ചെയ്യണമെന്ന് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല അങ്ങനെ തന്നെയല്ലേ. എന്താണ് ഈ ഇംഗ്ലീഷിൽ PM അയക്കുമ്പോൾ, എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ വളരെ സീരിയസ് എന്താണ് സുഖമില്ലാതെ പോയിട്ട് ഇൻഷാ അല്ലാഹ്. അബു നഈം ഉസ്താദ് ജ്യേഷ്ഠന്റെ ഭാര്യ എന്തോ സീരിയസ് ആണെന്ന് പറഞ്ഞിട്ട് PM അയക്കുന്നുണ്ട്. നമ്മുടെ ഡോക്ടർ അബ്ദുള്ള സാഹിബ്, ഡോക്ടർ കീശേരി എന്ന ഐഡിയയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട ക്ലാസ് റൂമിന്റെ വേണ്ടപ്പെട്ട വ്യക്തിയുമായ അദ്ദേഹത്തിന്റെ മകൾ മരിച്ചിട്ട് 4ാമത്തെ ആണ്ടാണ് എന്ന് അറിയിക്കുന്നു. അല്ലാഹു തആല ആ സഹോദരിയുടെ ഖബർ ജീവിതം സന്തോഷത്തിലും പ്രകാശത്തിലുമാക്കി ആ സഹോദരിയോടൊപ്പം മാതാപിതാക്കന്മാർക്കും കുടുംബമിത്രാദികൾക്കും സ്വർഗീയ ലോകത്ത് ആനന്ദിക്കാനുള്ള ഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ അബു നഈം ഉസ്താദ് പ്രത്യേകം അറിയിക്കുന്നുണ്ട്, ജ്യേഷ്ഠന്റെ ഭാര്യ എന്തോ കുറച്ച് സീരിയസിലാണ് എന്ന്. അള്ളാഹു തആല മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട്, ഓക്കെ ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട്, ഓക്കെ ഉസ്താദിന്റെ ഇൽമിന്റെ ബറക്കത്ത് കൊണ്ട്, നമ്മുടെ മഹത്തായ ക്ലാസ് റൂമിൽ നടക്കുന്ന മുഴുവൻ ഖൈറാത്തിന്റെയും ബറക്കത്തുകളെ കൊണ്ട് അള്ളാഹു തആല എത്രയും പെട്ടെന്ന് ശിഫ നൽകി റാഹത്തുള്ള അവസ്ഥ കിട്ടിയ വിവരം അറിഞ്ഞ് സന്തോഷിക്കാനുള്ള അവസരം അള്ളാഹു നൽകുമാറാവട്ടെ. ഞാനിപ്പോ ഇനി PM അയക്കരുത് ഇൻഷാ അല്ലാഹ്. നമുക്ക് ലാസ്റ്റ് ഞാൻ ഏകദേശം ഒരു മൈക്കയിലേക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൈപൊന്തിച്ച് വന്ന മൈക്ക തരും. അല്ലെങ്കിൽ ഏകദേശം ഇവിടെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കോളം ഞാൻ അങ്ങനെ പോകും. അപ്പൊ നമുക്ക് അവസാനം വെച്ച് ഒരു ദുആ ചെയ്യാം. എല്ലാരെയും ഒന്ന് ഇൻവൈറ്റ് ചെയ്ത് നമ്മുടെ ക്ലാസ് റൂമിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹ് കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് നമ്മുടെ ന്യൂസൊക്കെ എത്തും. അപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പോ പിന്നെന്നപ്പോ വിഷയം പോയി എനിക്ക് മനസ്സിലായില്ല. പന്ത് കളി. ഈ കളിക്കാനുള്ള മാനദണ്ഡം എന്താ? പന്ത് കളി കാണാൻ പാടില്ല, അങ്ങനെ തന്നെ അതിന്റെ മസല. ക്രിക്കറ്റും കാണാൻ പാടില്ല. അല്ലാതെ അതിന് മുമ്പ് വിഷയം പറയട്ടെ. ഈ ലക്ഷങ്ങൾ ചെലവഴിച്ച് ഫ്ലക്സ് വെക്കുന്ന ചെറുപ്പക്കാര് ആരെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്നവരുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ റൂമുകളിലൊക്കെയും അങ്ങനത്തെ ഹരം പിടിച്ചവരുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ.
വിശുദ്ധമായ റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം 4 ആഖിറത്തിൽ 5 ചോദ്യം. അതിൽ സാമ്പത്തികമായി 2 ചോദ്യങ്ങളാണ്. സമ്പത്തിനെ കുറിച്ച് 2 ചോദ്യം വരികയാണ്. ഒന്നാമത്തെ ചോദ്യം എന്താ? എവിടെന്നാണ് ഈ മുതൽ സമ്പാദിച്ചത്, എവിടെയാണത് ചെലവഴിച്ചത്? വ്യക്തമായ മറുപടി വേണം. ഇല്ലാതെ റബ്ബിനോട് പറയാൻ പറ്റുമോ, അള്ളാഹുവേ ഞാൻ ബ്രസീൽ എന്ന ടീമിനെ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഫ്ലെക്സ് ബോർഡ് വെക്കാൻ ഞാൻ ഒരു 500 രൂപ ചെലവാക്കി എന്ന് റബ്ബിനോട് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മളൊക്കെയും നമ്മുടെ ആത്തിരി തങ്ങളുടെ വാഴലിൽ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. നമ്മൾ അജമ്മലും മതവൂരൊക്കെ റെക്കോർഡ് വെക്കുമ്പോ ഖബറിലേക്ക് മയ്യത്തിനെ വെച്ചാൽ റഹ്മാൻ അലൈഹിസ്സലാം വന്ന്, മനുഷ്യ നിന്റെ ജീവിതത്തിൽ നീ ചെയ്തതൊക്കെ ഒന്ന് എഴുതി വെച്ചോ, വ്യക്തമായി എഴുതി വെക്കുക എന്ന് പറയുമ്പോ മയ്യത്ത് പറയുമത്രേ, എഴുതാൻ കടലാസില്ല, എഴുതാൻ പേനയില്ല, എഴുതാൻ മഷിയില്ല എന്ന് റഹ്മാൻ അലൈഹിസ്സലാമിനോട് പറയുമ്പോ റഹ്മാൻ അലൈഹിസ്സലാം പറയും, നിന്റെ കഫൻ തുണി കടലാസാക്കിക്കോ, നിന്റെ വിരൽ തുമ്പ് പേനയാക്കിക്കോ, നിന്റെ തുപ്പ് നീരു മഷിയാക്കിക്കോ എന്ന് പറഞ്ഞ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും എഴുതുമ്പോ ചെറുപ്പക്കാരാ, നമ്മുടെ ആ കഫൻ തുണിയിൽ ഞാൻ റഹ്മാൻ അലൈഹിസ്സലാം വന്ന് നമ്മുടെ ഓരോ പ്രവൃത്തിയും എഴുതാൻ പറയുമ്പോ, ഞാൻ പന്ത് കളി കാണാൻ വേണ്ടി കുറെ സമയം ഉറക്കമൊഴിച്ചു, അതിനുവേണ്ടി 500 കൊടുത്തു, 1000 കൊടുത്തു, നീ എഴുതുന്ന ഒരു രംഗം ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ KMIC-യിൽ ആരെങ്കിലും അങ്ങനത്തെ ഫുട്ബോൾ കളിയുടെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, ഉണ്ടാവാൻ സാധ്യതയില്ല, ഉണ്ടെങ്കിൽ അവരോടും ഉള്ളവരെ കാണുമ്പോൾ അവരോട് പറയാനും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലാഹു തആല ആ കഫൻ തുണിയിൽ നല്ലത് മാത്രം എഴുതാൻ അവസരം കിട്ടിയ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതായിരുന്നാലും ഞാൻ പറയുന്നത്, കലി അനുവദനീയമാവാൻ ഒരുപാട് നിബന്ധന ഉണ്ട്. ഞാൻ ഒരുപാട് ഫിഖ്ഹിയായ മസ്അലകൾ അവിടെ പഠിക്കാനുണ്ട്. ഒന്നാമത്, നിസ്കാരം ഖളാ ആവാൻ പാടില്ല. നിസ്കാരം ഖളാ ആവുന്ന രൂപത്തിൽ ഒരു കളിയും കളിക്കാൻ പാടില്ല. അതിന്റെ ഒന്നാമത്തെ അതിന്റെ മാനദണ്ഡം. രണ്ടാമത്, ഖളാ ആയിപ്പോയ ഫർള് നിസ്കാരം ഖളാവ് വീട്ടാതെ കളിക്കാൻ പാടില്ല. ഏത് കളിയാണെങ്കിലും നിസ്കാരം ഖളാ ആവുന്ന രൂപത്തിൽ ഒരു കളിയും കളിക്കാൻ പാടില്ല. ഫർള് നിസ്കാരം ഖളാ വീട്ടാനുള്ള വ്യക്തി അത് ഖളാ വീട്ടാതെ കളിക്കാൻ നിൽക്കുക, അതും പാടില്ല. 2 ഷർത്തായി. ഇനി മൂന്നാമത്തെ ഷർത്ത് എന്താ? ഏത് കളിയാണെങ്കിലും ഔറത്ത് വെളിവാവാൻ പാടില്ല. അത് വലിയൊരു വിഷയമാണ്. പന്ത് കളി കാണുമ്പോൾ പ്രിയപ്പെട്ട മോമിനീങ്ങളെ അതൊരു വിഷയമുണ്ട്. മിക്ക പന്ത് കളിക്കാരും അല്ലേ, ഔറത്ത്, പുരുഷന്മാരുടെ ഔറത്ത് ഏതാ നമുക്കറിയില്ലേ? നിസ്കാരമാണെങ്കിലും നിസ്കാരം അല്ലെങ്കിലും അവരുടെ ഔറത്ത് ഏതാ? അവരുടെ ഔറത്ത് മുത്തുപുക്കലിന്റെ ഇടയിലുള്ള സ്ഥല. നമ്മുടെ കേരളത്തിൽ ഒരു നല്ലൊരു വിഭാഗം ആളുകൾ തുണി മടക്കി കുത്തുന്ന കുറെ മുസ്ലിമീങ്ങളെ കാണാം. ഞങ്ങൾ ഈ ചെയ്യുന്നത് ഹറാമാണെന്ന് അവരും ചിന്തിക്കുന്നില്ല, അല്ലേ? ഗൾഫിൽ ഏതായാലും അതില്ല. ഗൾഫിൽ പിന്നെ എല്ലാവരും ഉസ്താദുമാരാണെങ്കിൽ കന്തൂല, അല്ലാത്തവരാണെങ്കിൽ ഫാൻറ്, ഒരു തുണി മടക്കി കുത്തുന്ന അവസ്ഥ ഗൾഫ് മേഖലയിൽ എവിടെയുമില്ല. സൗദി അറേബ്യയിലൊന്നും തീരല്ല, അൽഹംദുലില്ലാഹ്. പ്രത്യേകിച്ച് നമ്മുടെ UP പോലത്തെ സ്ഥലങ്ങൾ ചെന്നാൽ അവിടുത്തെ മുസ്ലിമീങ്ങൾ നാവൂരൊക്കെ സിയാറത്തിന് ചെന്നാൽ അവിടത്തൊക്കെ മുസ്ലിമീങ്ങൾ നല്ല മൗലാന കല്ലുതുണി എടുത്ത് തുണി മടക്കി കുത്താത്തവരാ. നമ്മുടെ കേരളത്തിലുള്ള ഒരു ശിഷ്ടാണത്. ഒരുപാട് ഹറാമുകൾ കടന്നു വരികയാണ്. തുണി മടക്കി കുത്തിയിട്ട് എന്താക്കുക, നടക്കുക. ഔറത്തല്ലേ അത്? ഔറത്തല്ലേ? നിസ്കാരമാണെങ്കിലും നിസ്കാരമല്ലെങ്കിലും പുരുഷന്റെ ഔറത്ത് ഏതാ? മുത്തുപുക്കലിന്റെ ഇടയിലെ സ്ഥല. ഇഞ്ഞോ നമ്മളെ വേറെ ചോദ്യങ്ങളൊന്നും അയക്കല്ലേ. മുന്തിയ പോരാത്താന്ന് പറഞ്ഞ മാതിരി, മുന്തിയ പോരാത്താന്ന് പറഞ്ഞ മാതിരി അനങ്ങിയാ ഈ ഫിക്കിന്റെ ആ ചോദ്യങ്ങൾ കുറച്ച് സമയം ക്ഷമിക്കും, ഞാൻ അതൊന്നൊന്ന് പറയട്ടെ.
അതേമായിക്കനെ മൂത്രമൊഴിക്കാനിരിക്കുമ്പോ നമ്മുടെ കേരളത്തിലുള്ള അവസ്ഥ നോക്കി, തുണി മടക്കി കുത്തിയിട്ട് മൂത്രമൊഴിക്കും. നമ്മുടെ പള്ളിയുടെ അടുത്തുള്ള മൂത്രപ്പുരയുടെ അവസ്ഥ എന്താ? ആഫ് മറ. എന്നിട്ട് ഒരാളിരുന്ന് മൂത്രമൊഴിക്കുമ്പോ മറ്റൊരാൾ കയറി ചെല്ലുമ്പോ ഓന്റെ ഔറത്ത് കാണുകയാണ്. ഹറാമാണ്. പള്ളി നിർമ്മിക്കുന്നവരും പള്ളിയുടെ അടുത്ത് മൂത്രപ്പുര ഉണ്ടാക്കുന്നവരും ശ്രദ്ധിക്കേണ്ടതാണത്. കൂട്ടത്തിൽ ഒരു കാര്യം പറയട്ടെ, നല്ലൊരു വിഭാഗം ചെറുപ്പക്കാര് ഫിറ്റുള്ള പാന്റ് ധരിക്കുന്ന കാരണത്താൽ അവർക്ക് നിന്നിട്ട് മൂത്രമൊഴിക്കാനും വയ്യ, ഇരുന്നിട്ടും മൂത്രമൊഴിക്കാൻ വയ്യ. എന്നിട്ടൊരു വിഭാഗം ആളുകൾ എന്ത് ചെയ്യുന്നു? ചെറുപ്പക്കാര് ആ പാന്റ് പൗതി കഴിച്ചിട്ടാണ് അവർ മൂത്രമൊഴിക്കാതിരിക്കുന്നത്. മറ്റൊരാൾ മൂത്രപ്പുരയിലേക്ക് കയറി ചെല്ലുമ്പോ ഇവന്റെ പിൻഭാഗം ഫുള്ളായി കാണുകയാണ്. എന്നാ ഈ ഒരു അന്തം കമ്മി അല്ലെങ്കിൽ ഹംക്കിനൊക്കെ പറഞ്ഞ മോശല്ലേ, ഈ അന്തം കമ്മി ചിന്തിക്കുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ ഇരുന്ന് മൂത്രമൊഴിക്കുന്ന കാരണം ഈ മൂത്രപ്പുരയിലേക്ക് മറ്റൊരാൾ കയറി വന്നാൽ എന്റെ ഔറത്ത് അവൻ കാണുന്നുണ്ട്, അത് ഹറാമാണെന്ന് അവൻ ചിന്തിക്കുന്നുണ്ടോ? ഓനും അത് ചിന്തിക്കുന്നില്ല. എന്നാ പള്ളിയിൽ മൂത്രപ്പുര ഉണ്ടാക്കിയ മഹല്ല് കമ്മിറ്റി ചിന്തിച്ചോ? ഇങ്ങനെ ആഫ് മറയാക്കിയാൽ പലവരും മൂത്രമൊഴിക്കുമ്പോ ഇങ്ങേ കല്ലിയിൽ നിൽക്കുന്നവൻ ഇങ്ങേ കല്ലിയിൽ ഇരുന്ന് മൂത്രമൊഴിക്കുന്നവന്റെ ഔറത്ത് കാണുന്നു ഓന് ഉണ്ടാക്കിയവരും ചിന്തിച്ചോ? ഓനും ചിന്തിച്ചില്ല. മുമ്പ് ഉമ്മാമ ഓട്ടോറിക്ഷ കയറിയിട്ട് ഓട്ടോറിക്ഷ മറിഞ്ഞ്. അപ്പൊ ഉമ്മാമ വിചാരിച്ചത് ഓട്ടോറിക്ഷ മറിയാൻ കാരണം 3 ചക്രമായിട്ടായിരിക്കുന്നു. കാരണം ഉമ്മാമ സാധാരണ 4 ചക്രല്ല വണ്ടിയിൽ കയറി പരിചയമുള്ളൂ. കഷ്ടകാലത്തിന് ഉമ്മാമ ഓട്ടോറിക്ഷ കയറി ഓട്ടോറിക്ഷ മറിഞ്ഞ് ഉമ്മാമാക്ക് ചില പരിക്കൊക്കും പറ്റി. അപ്പൊ ഉമ്മാമ വിചാരിച്ചത് ഇത് മറിയാൻ കാരണം 3 ചക്രമായി 3 വീലായതുകൊണ്ട് 3 ചക്രമായതുകൊണ്ടാണ് ഇത് മറിഞ്ഞത്. ഉമ്മാമ പറഞ്ഞു, വിളിച്ച ഞാനും നോക്കിയില്ല, വിളിക്കാൻ പറഞ്ഞാച്ചോന്നും നോക്കിയില്ല, ദൈവവും പറഞ്ഞില്ല, 3 ചക്രമുള്ളൂ, ഞാൻ മറിഞ്ഞു എന്നാണ് എന്ന് പറഞ്ഞ മാതിരി മൂത്രപ്പുര ഉണ്ടാക്കിയെന്നും ചിന്തിച്ചില്ല, ഇത് മൂത്രം ഒഴിക്കാതിരിക്കണോന്നും ചിന്തിക്കുന്നില്ല, കയറി ചെല്ലുന്നോന്നും ചിന്തിക്കുന്നില്ല. ഇതുപോലെ ഔറത്ത് കാണുന്നുണ്ട്, ഇതുപോലെ ഹറാമാണ് അല്ലേ? ഹറാം തന്നെയാണ്, യാതൊരു സംശയമില്ല. ഷാഫി മദ്ഹബിൽ നിസ്കാരാണെങ്കിലും നിസ്കാരത്തിന്റെ പുറത്താണെങ്കിലും പുരുഷന്മാരുടെ ഔറത്ത് മുത്തുമുക്കലിന്റെ ഇടയിലെ സ്ഥല, അത് വെളിവാകുന്ന ഭാഗത്തേക്ക് നോക്കാൻ പാടില്ല. നോക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് വെളിവാക്കാനും പാടില്ല. അങ്ങനെ തന്നെയാണ് അതിന്റെ മസല. അപ്പൊ തുണി മടക്കിക്കുത്തി നടക്കുന്ന ആരെങ്കിലും എന്റെ ക്ലാസ് റൂമിൽ കേരളത്തിലെ ശ്രോതാക്കളുണ്ടെങ്കിൽ, ഇനി ഗൾഫിലുള്ള ശ്രോതാക്കളെ നാട്ടിലെത്തി തുണി എടുത്ത് തുണി മടക്കി കുത്തുമ്പോ ശ്രദ്ധിക്കണം. തുണി മടക്കി കുത്ത ഔറത്ത് വെളിവാകുന്ന രൂപയിൽ കട്ടിമീശയും തുണി മടക്കിക്കുത്തും അല്ലേ? എന്നെ അല്ലേ? പാടില്ല. നമ്മൾ ഔറത്ത് വെളിവാക്കാൻ പാടില്ല. ചുരുക്കി പറഞ്ഞാൽ കളിക്കാം, ക്രിക്കറ്റ് കളിക്കാം. ക്രിക്കറ്റ് കളിക്കുന്നവരെ ഹുക്കുമ അപ്പൊ പറഞ്ഞ കാണുന്നത് പറഞ്ഞു. പന്ത് കളി കാണാൻ പാടില്ല. അങ്ങനെ തന്നെയാണ് അതിന്റെ മസല. എന്താ കാരണം? ഒരാള് പന്ത് കളിക്കുന്നത് ഒരാളിങ്ങനെ നോക്കിയിരുന്നത് കൊണ്ട് അവന്റെ ബുദ്ധിക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടുമോ? ബുദ്ധി വർക്ക് ചെയ്യണോ ഈ പന്ത് കളി കാണാൻ? വേണ്ട. പന്ത് കളി കണ്ടതുകൊണ്ട് ശരീരത്തിന് വ്യായാമന്തോ? ഇല്ല. പിന്നെ എന്തുമാത്ര ഒരു ആസ്വാദനം, ഒരു പന്തും 14 പിരാന്തന്മാരും എന്ന് വേണമെങ്കിൽ പറയാം. 7 ഫുട്ബോൾ എന്താണ് 7 ഫുട്ബോൾ അങ്ങനെയൊക്കെ അറിയില്ല. 7 ആള് കൂടിയുള്ള കളിയുണ്ട്, 9 ആള് കൂടിയുള്ള കളിയൊക്കെ എന്തോന്ന് ഇരിക്കട്ടെ. 7 ആള് പന്തിനെ അങ്ങോട്ടടിക്കാൻ നോക്കുമ്പോ 7 ആള് പന്തിനെ ഇങ്ങോട്ടാക്കുകയാണ്. ഇത് കണ്ടതുകൊണ്ട് നമ്മുടെ ബുദ്ധിക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ശരീരത്തിന് വ്യായാമം കിട്ടുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്താണുള്ളത്? അതേമാതിരി ക്രിക്കറ്റ് കണ്ടതുകൊണ്ട് നമ്മുടെ ബുദ്ധിക്ക് പ്രയോജനമൊന്നുമില്ല. ബുദ്ധിക്കൊരു വിവേകമോ ബുദ്ധി ഒരു ചിന്ത വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയൊന്നും വരുന്നില്ല. ശരീരത്തിനും വ്യായാമമില്ല, ഇരുന്ന് നേരം കളയാ. അതുകൊണ്ട് തന്നെ മാഷാ അല്ലാഹ് അബൂ നഈം ഉസ്താദ് പിന്നീടൊരു വിവരം അറിയിക്കുന്നു. എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ അല്പം മുമ്പ് വഫാത്തായി, ദുആ ചെയ്യുക. അല്ലാഹു തആല പ്രിയപ്പെട്ട സഹോദരിയുടെ എല്ലാവിധ ദോഷങ്ങളും വിട്ടുപുറത്തും മാഫാക്കി ആ സഹോദരിയുടെ ഖബർ ജീവിതം സന്തോഷത്തിലും പ്രകാശത്തിലുമാക്കി സ്വർഗീയ കവാടം തുറക്കപ്പെട്ട ഖബറുകളുടെ കൂട്ടത്തിലാക്കി ആ സഹോദരിയെയും സഹോദരിയുടെ കുടുംബമിത്രാദികളെയും നാളെ സ്വർഗീയ ലോകത്തെ ഹബീബിന്റെ ചാരത്തായി ഒരുമിച്ച് കൂടുവാൻ
ആ സഹോദരിക്കും സഹോദരിയുടെ കുടുംബ മിത്രാദികൾക്കും നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഡോക്ടർ കീശേരി സാഹിബ് അറിയിച്ചതും അബു നഈം ഉസ്താദ് അറിയിച്ചതും രാവിലെ ഇൻഷാ അല്ലാഹ് നമുക്ക് മൗലിദിന്റെ തുടക്കത്തിൽ ഫാത്തിഹയ്ക്ക് ഒരു ദുആയിൽക്കുമ്പോ പ്രത്യേകം ഉൾപ്പെടുത്താം എന്നും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അപ്പോ അതിന്റെ വിരിവാണ്. അപ്പൊ കളിക്കുന്നവർ എന്ത് ശ്രദ്ധിക്കണം? നിസ്കാരം കളാക്കാൻ പാടില്ല. കളാ ആയ നിസ്കാരം കളാ വീട്ടാതി നിസ്കരിക്കാൻ പാടില്ല. ഔളത്തും മറക്കണം. അപ്പൊ ഔളത്ത് വെളിവാക്കി കളിക്കാൻ പാടില്ല. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നിർബന്ധമായ കാര്യങ്ങൾ മുടങ്ങുന്ന രൂപത്തിൽ ഒരു കളിയിലും പങ്കെടുക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇതൊന്നും ഇപ്പൊ നമ്മൾ ലോകകപ്പിൽ കളിക്കുന്നവരോട് വയല് പറഞ്ഞിട്ട് കാര്യമില്ല. അവര് വെറും ജീവിതം കളിയ വിനോദമായി കണ്ട വിഭാഗമാണ് പന്ത് കളിയും ക്രിക്കറ്റ് കളിയും ഇതൊക്കെയും ആളുകൾ. പക്ഷേ നമ്മുടെ കേരളത്തിലെ നല്ലൊരു വിഭാഗം ചെറുപ്പക്കാര് അതിൽ മുഴുകിപ്പോയി. ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് എന്ന് ബോധമുള്ളവർ തന്നെ ഇത്തരം കളിയിൽ മുഴുകിപ്പോയി എന്നുള്ളതാണ്. അതും ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളമാണ്. ഖിയാമത്ത് നാളിന്റെ അടയാളം പറഞ്ഞത് വളരെ വിശാലമായി നോക്കിയാൽ മനസ്സിലാകും. ഖിയാമത്ത് നാളിൽ കുറെ തമ്മാടിത്തരങ്ങൾ അധികരിക്കും. കുറെ നല്ല ആളുകൾ അറിയാതെ തമ്മാടിത്തരത്തിൽ കുടുങ്ങിപ്പോകും. അങ്ങനെ ഒരു വിഷയമുണ്ട്. ഓൻ തമ്മാടിത്തരം ചെയ്യാൻ ഉദ്ദേശിച്ചതല്ല, ഓൻ തമ്മാടിത്തരം കാണാൻ ഉദ്ദേശിച്ചതല്ല, അവൻ തമ്മാടിത്തരം കേൾക്കാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷെ അവൻ അതിലാണ്ട് കുടുങ്ങിപ്പോയി. ഒരു ഉദാഹരണം പറയാം, നിങ്ങൾക്ക് എളുപ്പം തിരിയാൻ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോ കോഴിക്കോട് വളാഞ്ചേരിക്ക് ഓടുന്ന നല്ല പ്രൈവറ്റ് ലൂപ്പ് സൂപ്പർ ഫാസ്റ്റ് നല്ല പ്രൈവറ്റ് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ സുബ്ഹാനല്ലാഹ് ഏത് ബസ്സിലുണ്ടാവും ടിവിയും വളരെ മോശമായ സീഡിയും വർക്ക് ചെയ്യുന്നുണ്ടാവും. സാധുവായ ഞാൻ തന്നെ ഉദാഹരണമായിക്കോട്ടെ, മോശപ്പെട്ടവൻ ഞാനായിക്കോട്ടെ, നിങ്ങളൊക്കെ നല്ലവരായി തന്നെ. ഞാൻ വളാഞ്ചേരിയിൽ നിന്ന് ബസ് കയറി കോഴിക്കോട്ടേക്ക്. ബസ്സിൽ കയറുമ്പോൾ അതിലിങ്ങനെ സീഡി വർക്ക് ചെയ്യുന്നുണ്ട്. ഏതോ ഒരു അനാവശ്യമായ ഒരു സിനിമയുടെ സീഡി അതിൽ വർക്ക് ചെയ്യുന്നു. പൊതുവിൽ ഞാൻ പ്രൈവറ്റ് ബസ്സിൽ കയറലില്ലട്ടോ. ഞാൻ കഴിവിന്റെ പരമാവധി തുണിങ്കുപ്പായം തിരുമ്പേണ്ടി വന്നാലും KSRTCയിലാണ് കയറല്. കാരണം KSRTC കയറിയ സംഗതി ഉറപ്പാണ് മർക്കസൊക്കെ എത്തുമ്പോഴേക്ക് ബാക്കൊക്കെ ചളി അയച്ചിണ്ടാവും. എന്നാലും ഒരുപാട് ഹറാമിൽ നിന്ന് കഴിച്ചിലാവാൻ പറ്റും. അങ്ങനെ ഞാൻ ഞാൻ നിങ്ങൾക്ക് വിഷയം തിരിയാൻ വേണ്ടി പറയാണ്. ഞാൻ പ്രൈവറ്റ് ബസ് കയറി പുത്തനത്താനി എത്തോലൊക്കെ ഞാനിങ്ങനെ കണ്ണ് ചെമ്പിയിരുന്നു. അത് സീരിയാണ്, സിനിമേന്, എന്തോ ഒരു അനാവശ്യമായ സിനിമേന് എന്ന് പറഞ്ഞ് കണ്ണ് ചെമ്പി ഞാൻ ഇരുന്ന് അവിടെ. ഇത് കാണാൻ പറ്റൂല എന്നൊക്കെ വിചാരിച്ചിട്ട്. അതിനെ തെറ്റിദ്ധരിക്കരുതോ, ഞങ്ങൾക്ക് വിഷയം തിരിയാൻ വേണ്ടിയിട്ട് പറയാം. അതിലെന്ത് പെട്ടെന്നൊരു അലാക്കിന്റെ ശബ്ദം കേൾക്കുന്നു. അപ്പൊ ഞാൻ എന്താ റബ്ബേ ഒരു ശബ്ദം കേൾക്കുന്നു വെച്ചിട്ട് ഞാനൊന്ന് നോക്കി ആ ടിവിക്ക്. അപ്പൊ നോക്കുമ്പോ ഒരു ചെങ്ങായി വേറൊരു ചെങ്ങായിനെത്തിങ്ങാണ്ട് ലാസ്റ്റ് ഫിനിഷിങ് വർക്കിലാണ് നടക്കുന്നത്. മനസ്സിലായോ? ലാസ്റ്റ് ഫിനിഷിങ് നടക്കുകയാണ്. അതായത് ഓനകത്ത് കൊല്ലാലെ തീരുമാനം. അപ്പൊ സ്വാഭാവികമായി എന്റെ മനസ്സിൽ ഇനി എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക എന്ന് നോക്കി ഞാനിങ്ങനെ നോക്കി കോഴിക്കോട്ടേക്ക് ബസ് എത്തിയത് ഞാൻ അറിഞ്ഞില്ല. പിന്നെ ഞാനും ഇതിൽ അങ്ങനത്തെ അകപ്പെട്ടു. അങ്ങനെ പിന്നെ ആ കഥയിൽ ഞാനും അങ്ങനത്തെ ലയിക്കുകയാണ്. ഇവിടെ എന്തെന്തായി നോക്കിങ്ങള്, ഇവിടെ എന്തെന്തായി? ഞാനൊരു സിനിമ കാണണം എന്ന് വിചാരിച്ച് ഈ ബസ്സിൽ കയറിയതല്ല. അല്ലെ, ഞാൻ സിനിമ ആ ബസ്സിൽ കയറിയ സിനിമ കാണാം എന്ന് വിചാരിച്ച് ഞാൻ ആ ബസ്സിൽ കയറിയിട്ടില്ല. ഞാൻ കോഴിക്കോട്ടേക്ക് പോവേണ്ട ആവശ്യത്തിന് തൃശ്ശൂരിൽ നിന്ന് ബസ് വരുന്നതും കാത്ത് വളാഞ്ചേരിയിൽ നിന്നപ്പോ കോഴിക്കോട് ബസ് വന്നു, ഞാൻ കയറി. ഞാൻ അതിൽ സിനിമ ഉണ്ടാവും സുഖമായി കോഴിക്കോട്ടേക്ക് എത്തോളം സിനിമ കാണാച്ചിട്ട് ബസ്സിൽ കയറിയതല്ല. ഞാൻ പുത്തനത്താനി വരെ ശ്രമിച്ചു അതിലേക്ക് നോക്കാതെ. യാദൃശികമായി എന്തോ ഇടിയുടെ ശബ്ദം കേട്ടു. ഞാനൊന്ന് നോക്കിപ്പോയി, ഞാനും അതിൽ അങ്ങോട്ട് അകപ്പെട്ടുപോയി. ഇതാണ് ഖിയാമത്ത് നാളിൽ തമ്മാടിത്തരങ്ങളെ അധികരിക്കും. അറിയാതെ തമ്മാടിത്തരത്തിൽ നമ്മൾ അങ്ങോട്ട് അകപ്പെട്ടു പോവുക, നമ്മൾ അറിയാതെ അതിലത് പെട്ടുപോവുക. നോക്കി ചില അങ്ങാടികളിലേക്ക് നമ്മൾ ചെന്നാല് ചിലപ്പോ എന്തെങ്കിലൊക്കെയും റീബത്തും നമീമത്തൊക്കെയും പറയുന്ന ഷഅറെ മുബാറക്കിനെ എതിർക്കുന്ന വലിയ പ്രസംഗം ഉണ്ടാവും. അല്ലെ,
നമ്മൾ ആ പ്രസംഗം വെച്ചിട്ട് അങ്ങാടി പോയതല്ല, അല്ലെങ്കിൽ അത് കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങാടി പോയതുമല്ല. നമ്മൾ എന്തോ സാധനം വാങ്ങാൻ വേണ്ടി അങ്ങാടി പോയതാ. ചെന്ന് നോക്കുമ്പോ അവരൊരാൾ പ്രസംഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മളും കുറച്ചേരം കയ്യും കെട്ടി എന്താ പബ്ബല് പറഞ്ഞ്, എന്താ പബ്ബല പുതിയ നിലപാട് എന്നറിയാൻ വേണ്ടി നമ്മളും അങ്ങനെ നിന്ന് കുറെ റീബത്ത് നമ്മളും അത് കേട്ട്. നമ്മളിപ്പോ റീബത്ത് കേക്കണച്ചിട്ട് പോയതുമല്ല, അത് അറിയാൻ വേണ്ടിയും പോയതല്ല. പക്ഷെ ഇതാണ് തഫഹുഷ്, അറിയാതെ തമ്മാദിത്തരത്തിൽ അകപ്പെട്ടു പോകുക. ഇത് ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളാണ്. ഇത് ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളാണ്. അറിയാതെ ചില തമ്മാദിത്തരങ്ങളിൽ നല്ല മനുഷ്യന്മാരെ അകപ്പെട്ടു പോവുക. അതാണ് ഇന്ന് സംഭവിക്കുന്നത്. നമ്മളിൽ നിന്ന് പലവരും പല അനാവശ്യങ്ങളും കേൾക്കുന്നു, പല അനാവശ്യങ്ങളും സംസാരിക്കുന്നു, പല അനാവശ്യങ്ങളും കാണുന്നു. ആവശ്യമില്ലാത്ത പലതിലും നമ്മുടെ സമയം കളയുന്നു. ഇപ്പൊ നോക്കി, ഇപ്പൊ നമ്മളെ മൊബൈലിലുള്ള ഫേസ്ബുക്ക് ഒരു ഉദാഹരണമായിട്ടെടുക്കുക. നമ്മൾ പ്രത്യേകമായ വലിച്ച ന്യൂസിന്തോനൊക്കെ അറിയാൻ വേണ്ടി, റിപ്പോർട്ടിന്റെ അറിയാൻ വേണ്ടി ഫേസ്ബുക്ക് എടുത്തു. നമ്മൾ ഫേസ്ബുക്ക് എടുത്തത് തമാശക്ക് വേണ്ടി എടുത്തതല്ല, റീബത്ത് കാണാൻ എടുത്തതല്ല, റീബത്ത് വായിക്കാൻ വേണ്ടി എടുത്തതല്ല. പക്ഷേ ഒന്ന് നോക്കി അതിന്റെ പിന്നാലെ വേറൊന്ന് കണ്ട് അതിന്റെ പിന്നാലെ അങ്ങനെ പോയി പിന്നെ കുറെ സമയം ഫേസ്ബുക്കിൽ ഇവന്റെ സമയം അങ്ങോട്ട് ചെലവഴിക്കുക. ഇവൻ ഇതൊന്നും വിചാരിച്ച് ഫേസ്ബുക്ക് ഓപ്പൺ ആക്കിയതല്ല, അവൻ വേറെന്തോ ഒരു വിഷയം നോക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആക്കിയതാ. അവൻ അറിയാതെ കുറെ സമയം ഫേസ്ബുക്കിൽ അങ്ങോട്ട് ചെലവഴിച്ചു. ഇതാണ് തഫഹുഷ്. അറിയാതെ തമ്മാദിത്തരത്തില് കുടുങ്ങരുത്, അതിൽ അകപ്പെടരുത്, അത് കാണരുത്, കേൾക്കരുത്, അതിനു വേണ്ടി സമയം ചെലവഴിക്കരുത് എന്ന് ബോധമുള്ളവർ തന്നെ അറിയാതെ അതിൽ അകപ്പെട്ടു പോകുക. അതും ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളമാണ്. അപ്പൊ ഞാൻ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പന്ത് കളിയായാലും ക്രിക്കറ്റ് കളിയായാലും ഔറത്ത് മറച്ച്, അതുപോലെ തന്നെ നിസ്കാരം ഖളാ ആക്കാതെ, അതുപോലെ തന്നെ ഖളാ ആയ നിസ്കാരം ഖളാ വീട്ടിയിട്ട് നിർബന്ധമായ വിഷയങ്ങൾക്കുമൊന്നും സമയം നഷ്ടപ്പെടുത്താതെ നല്ല നിലയിലാണെങ്കിൽ ആരോഗ്യത്തിന് ഗുണകരമാണ് പന്ത് കളി. അതുപോലെ തന്നെ ക്രിക്കറ്റ് പോലത്തെ കളികൾ, അതൊക്കെ ആരോഗ്യത്തിന് നല്ലതാണ്. ആ നിലക്ക് ആ കളി അനുവദനീയമാണ് എന്ന് പറഞ്ഞാൽ തന്നെ കാണുന്നതിൽ യാതൊരു കയമ്പവുമില്ല. കാരണം പന്ത് കളി കാണുന്നതിൽ ആസ്വാദനം മാത്രമാണുള്ളത്. എന്തില്ല? ബുദ്ധിക്കൊരു ഉപകാരമില്ല, ശരീരത്തിനൊരു ഉപകാരമില്ല കാണുന്നതിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാളെ ആഖിറത്തിൽ നമ്മുടെ സമയം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോ ഞാൻ കുറെ സമയം പന്ത് കളി ആസ്വാദനത്തിന് വേണ്ടി ചെലവഴിച്ചു എന്ന് പറയാൻ നമുക്ക് പറ്റുമോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ എന്ന് KMICയുടെ ശ്രോതാക്കളോടല്ല ഞാൻ ചോദിക്കുന്നത്, ഇത്തരം പിരാന്തുകളിലൊക്കെയും കുരുങ്ങി നടക്കുന്നവരോട് ചോദിക്കാൻ വേണ്ടി. എന്നിട്ട് ഇനി ഇതിന്റെ പിന്നിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഈ പന്ത് കളി കാണാൻ വേണ്ടി കുറെ സമയം ചെലവഴിച്ച് അവസാനം സുബഹി പോലും ഖളാ ആക്കി ഉറങ്ങുന്ന ഒരു വിഭാഗത്തെയാണ് പിന്നെ നമ്മൾ നേരം വെളുത്താൽ കാണുന്നത്. അതെന്നല്ല പറഞ്ഞത്, ഒരാളെ ഔറത്തൊക്കെ മറച്ച് നിസ്കാരം ഖളാ ആക്കാതെ, നിർബന്ധമായ വിഷയങ്ങൾ ഒഴിവാക്കാതെ, ഫർള് നിസ്കാരം ഖളാ ഉള്ളവര് അത് ഖളാ വീട്ടിച്ച് ഒരു ശരീരത്തിന് വ്യായാമം കിട്ടാൻ വേണ്ടി കുറച്ചു സമയം കളിച്ചു. അത് നമ്മൾ തെറ്റാണെന്നൊന്നും ഒറ്റയ്ക്ക് പറയാൻ പറ്റൂല. ഈ നിബന്ധനയ്ക്കൊക്കെ കാരണം ശരീരത്തിന് ആരോഗ്യം കിട്ടുന്ന വ്യായാമങ്ങൾ ചെയ്യാൻ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതൊരു വ്യായാമം ഉദ്ദേശിച്ചത് ഒരു വിനോദമായി, ഒരു ആനന്ദമായിട്ടല്ല പറയുന്നത്. ഇന്ന് നടക്കുന്ന ഫുട്ബോളുകള് വ്യായാമം ആലോചിച്ചിട്ട് കളിക്കുന്നല്ല, അതൊരു വിനോദമായി ലോകജന ശ്രദ്ധ ആകർഷിച്ചൊരു വിനോദവും ഒരു ആസ്വാദനവുമായിട്ടുള്ള കളികളാണ്. ആ കളികളെ കുറിച്ചല്ല പറയുന്നത്. സാധാരണ ഒരു 2 ചെറുപ്പക്കാർ 4 ചെറുപ്പക്കാർ കൂടി ഒരു അരമണിക്കൂർ ശരീരത്തിനൊരു ആരോഗ്യം കിട്ടാൻ, ഒരു വ്യായാമം കിട്ടാൻ ഔറത്തൊക്കെ മറച്ച് നിസ്കാരമൊന്നും ഖളാ ആക്കാതെ കളിച്ചു വെച്ചിട്ട് അത് ഹറാമാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അത് കാണുന്നവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് കണ്ട് അവസാനം എന്ത് ചെയ്യുന്നു? സുബഹിന്റെ നിസ്കാരം വരെ ഇതാക്കല്ലേ. എന്താ സുബഹിന്റെ സമയം? പണ്ഡിതന്മാര് പറഞ്ഞില്ലേ,
ഒരാളും നിസ്കരിച്ചിട്ടാണ് സുബഹിന്റെ ശേഷം ഉറങ്ങുന്നതെങ്കിലും അവനെ വിളിച്ചുണർത്തല് സുന്നത്താണ്. ഓക്കെ, സുബഹിന്റെ സമയത്തിന്റെ ബഹുമാനതാണ്. ഒരാൾ സുബഹി നിസ്കരിച്ചിട്ടാണ് ഉറങ്ങുന്നത്, എന്നാലും അവനെ വിളിച്ചുണർത്തല് സുന്നത്താ. ഇത് പാരാവല്ലോ ഈ വയല്, ഈ ക്ലാസ് റബ്ബെ ഗൾഫുകാരിൽക്കൊക്കെ ഇപ്പൊ അതൊരു പാരാവുന്നു തോന്നുന്നോ? പൊന്നാര മൊയിലേരെങ്കിൽ അത് പഠിപ്പിക്കല്. ആകെ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഉറങ്ങാൻ കിട്ടല്. അതിപ്പോ വിളിച്ചുണർത്തല് സുന്നത്താണ് പഠിപ്പിച്ച പന്നത്തെ ആളത്തെ ഉറക്കുമ്പോ അങ്ങനെ ചിന്തിക്കരുത്. വിഷയം ഗൗരവാണ്. സുബഹിന്റെ ശേഷമുള്ള ഉറക്കം ഒഴിവാക്കിയേ പറ്റൂ. ജീവിതത്തിൽ ബറക്കത്ത് കിട്ടണമെങ്കിൽ, നാളെ ആഖിറം വിജയിക്കണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. സുബഹി നിസ്കരിച്ചൊരാൾ ഉറങ്ങുമ്പോൾ അത് ഹറാമാണെന്നും പറയാൻ പറ്റില്ല, അത് വേറെ കാര്യം. സുബഹി നിസ്കരിക്കാതെ ഉറങ്ങുമ്പോൾ ഹറാമാകും. ഒരാൾ സുബഹി നിസ്കരിക്കാതെയാണ് ഉറങ്ങുന്നത്, അവനപ്പ ഞാൻ വിളിച്ചില്ലെങ്കിൽ അവന്റെ സുബഹി ഖളാ ആകും. ഇനി അവനെ വിളിക്കാൻ വേറൊരാളില്ല എങ്കിൽ അവനെ വിളിക്കല് നിർബന്ധ. ഇനി ഒരാൾ സുബഹി നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് ജമാഅത്തായി സുബഹി നിസ്കരിച്ചിട്ട് ഉറങ്ങാണ്, എന്നാലും അവനെ വിളിച്ചുണർത്തല് സുന്നത്താ. കാരണം നല്ല സമയമല്ല. അതിന്റെ ഇടയിൽ ഇന്നലെ ആ വിഷയം പറഞ്ഞപ്പോ രാവിലെ ഒരാളൊരു PM അയച്ചിന്, ഹൈലുകാരിയായ സഹോദരിമാർക്ക് സുബഹിന്റെ ശേഷം ഉറങ്ങാൻ പറ്റുമോ? ഓൽക്കും ഉറങ്ങാൻ പറ്റൂല. ആ പുണ്യമായ കാര്യം കരസ്ഥമാക്കാൻ. കാരണം അത് ചിന്തിക്കുന്നത് എന്താ, ഹൈലുകാരിയാണെങ്കിൽ പിന്നെ നിസ്കരിക്കാനൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ മസ്അല പറഞ്ഞത്. ഇവിടെ നിസ്കരിക്കാനുണ്ടോ നിസ്കരിച്ചോ എന്നതല്ല വിഷയം. സുബഹിന്റെ ശേഷം ഉറങ്ങാൻ പറ്റിയ ടൈമല്ല, അത് ബറക്കത്തുള്ള ഒരു ടൈമാണ്. ആ സമയത്ത് ഉണർന്നിരിക്കണം, അതാണ് അതിന്റെ ലക്ഷ്യം, അല്ലാതെ എന്തല്ല. അതുകൊണ്ട് എന്റെ ഗൾഫുകാരായ എല്ലാവരും, പലവർക്കും ആ സ്വഭാവമുണ്ട്. ആ ഒരു സ്വഭാവം മാറ്റിയെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് ലഭിക്കും. നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ മരിക്കണ്ടേ? നമുക്ക് നമ്മുടെ ജീവിതം ധന്യമാവണ്ടേ? ഉറങ്ങാനല്ലല്ലോ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് മുഅ്മിനീങ്ങളെ. അതുകൊണ്ടല്ലേ ഒരു മഹാൻ പറഞ്ഞത്, അമാ വല്ലാഹി ലൗ അലിമൽ അനാമു ലിമാ ഖുലിഖു ലമാ ഗഫലു വനാമു ലഖദ് ഖുലിഖു ലിമാ ലൗ അബ്സർതുഹു ഉയൂനു ഖുലൂബിഹിം സാഹു വഹാമു മമാതുൻ സുമ്മ ഖബ്റുൻ സുമ്മ ഹശ്റുൻ വതൗബീഹുൻ വഅഹ്വാലുൻ ഇളാമു. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. മനുഷ്യരെങ്ങാനും അറിയുകയാണെങ്കിൽ അള്ളാഹുവിനെ തന്നെയാണ് സത്യം, അവരെ എന്തിനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് മനുഷ്യർ അറിയുകയാണെങ്കിൽ ലമാ ഗഫലു വനാമു, അവര് അശ്രദ്ധവാന്മാരാകുകയില്ല, അവർ ഉറങ്ങുന്ന പ്രശ്നമേ ഇല്ല. നമ്മളെ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന ബോധം നമുക്കില്ലാഞ്ഞിട്ടാണ് ഈ അശ്രദ്ധമായ ജീവിതം നമ്മൾ നയിക്കുന്നത്. ഉറങ്ങാൻ കിട്ടുന്ന സമയമൊക്കെയും നമ്മൾ ഉറങ്ങി സമയം കഴിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാൻ പറയുന്നു, സുബഹി നിസ്കരിച്ചിട്ടാണെങ്കിലും സുബഹിന്റെ ശേഷം ഉറങ്ങരുത്. സുബഹി നിസ്കരിച്ചിട്ടാണ് ഒരാൾ ഉറങ്ങുന്നതെങ്കിലും കണ്ടവനിക്ക് അവനെ വിളിച്ചുണർത്തൽ സുന്നത്താണ്. അത്രയും ഒരു മോശമായ സമയമാണ് സുബഹിന്റെ നേരം. നോക്കൂ, മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു തന്റെ മകനോട് ഒരുപാട് ഉപദേശങ്ങൾ ചെയ്തു. ആ ചെയ്ത ഉപദേശങ്ങളുടെ കൂട്ടത്തില് വലിയ ഒരു ഉപദേശമാണ് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു തന്റെ മകനോട് ചെയ്തത്. യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ലാ യകൂനന്നദ്ദീഖു, നിശ്ചയമായിട്ടും കോയി ആവരുത്, അഖിയസ മിൻക, നിന്നേക്കാൾ ബുദ്ധിയുള്ളവനാവരുത്. കാരണം യുനാദി, ആ കോയി വിളിച്ചുണർത്തുന്നു ബില്ലസ്ഹാരി, അത്തായ സമയത്ത് എഴുന്നേറ്റ്, സുബഹിയുടെ അല്പം മുന്നേ എഴുന്നേറ്റ് ലോകത്ത് ഉറങ്ങിക്കിടക്കുന്ന മുഅ്മിനീങ്ങളെ ആ കോയി വിളിച്ചുണർത്തുന്നു. വ അന്ത നായിമുൻ, നീ സുഖമായി പുതപ്പ് മൂടി പുതച്ച് കിടന്നുറങ്ങുകയാണ്.
അതുകൊണ്ട് നിന്നേക്കാൾ ബുദ്ധിയുള്ള ജീവി കോഴി ആവാതിരിക്കണമെങ്കിൽ കോഴി എഴുന്നേൽക്കുന്നതിനു മുമ്പ് നീ എഴുന്നേൽക്കണം. മഹാന്മാര് അവരുടെ കിതാബിൽ പറയുന്നൊരു വിഷയം കാണാം. ബിറിയ പോലത്തെ കിതാബ് നോക്കിയാൽ കാണാം, കോഴി സുബഹി ആകുന്നതിന്റെ അല്പം മുന്നേ എഴുന്നേൽക്കും അല്ലെ. ഇപ്പൊ കേരളത്തിൽ സുബഹി 4:40 കോഴി ഏകദേശം 4:30 എഴുന്നേൽക്കും. അതാ കോഴി കുകുന്നു. കോഴി 5:30 സുബഹി എങ്കിൽ കോഴി 5:15 എഴുന്നേൽക്കുന്നു അല്ലെ. ആരെങ്കിലും കോഴിക്കൂറ്റില് മർക്കസിന്റെ കലണ്ടർ കൊണ്ടുപോയി വെച്ചിട്ടില്ല കോഴിക്ക് കുഗ്ഗാനുള്ള സമയം കാണാൻ നോക്കാൻ? കോഴിക്കറിയാം റബ്ബ് അറിയിച്ചു കൊടുക്കുകയാണ്, ഈ ആഴ്ച സുബഹി ഇത്ര മണിക്കാണ്, അടുത്ത മാസം സുബഹി ഇത്ര മണിക്കാണ്. എന്തേ ഇതിന് കാരണം? ഈ കോഴി കുകുന്നത് കലണ്ടർ നോക്കിയിട്ടല്ല കുകുന്നത്. പള്ളിയിലെ മുക്രി ബാങ്ക് കൊടുക്കുന്നത് കലണ്ടർ നോക്കിയിട്ടാണ് ബാങ്ക് കൊടുക്കുന്നതെങ്കിൽ കോഴി കുകുന്നത് കലണ്ടർ നോക്കിയിട്ടല്ല. കാരണം അരിശിന്റെ ഭാഗത്തുള്ള കോഴി കുകുന്നത് അർദ്ധരാത്രിക്ക് ശേഷം അരിശിന്റെ ഭാഗത്തൊരു കോഴിയുണ്ട്. ആ കോഴി കുകുന്നത് 7-ാം ആകാശത്തിലെ കോഴി കേൾക്കുന്നു. 7-ാം ആകാശത്തിലെ കോഴി കുകുന്നത് 6-ാം ആകാശത്തിലെ കോഴി കേൾക്കുന്നു. 6-ാം ആകാശത്തിലെ കോഴി കുകുന്നത് 5-ാം ആകാശത്തിലെ കോഴി കേൾക്കുന്നു. അങ്ങനെ കൂകി കൂകി 1-ാം ആകാശത്തിലെ കോഴി കുകുമ്പോഴേക്ക് ഏകദേശം സുബഹിയോടടുത്ത സമയമാകുന്നു. 1-ാം ആകാശത്തിലെ കോഴി കുകുന്നത് ഭൂമിയിലുള്ള മുഴുവൻ കോഴികളും കേൾക്കുന്നു. ആ കേൾക്കുന്ന സമയത്ത് ദുന്യാവിലുള്ള മുഴുവൻ കോഴികളും അതാ പറയുന്നത് എന്താണെന്നറിയുമോ? എന്താണ് പറയുന്നത്? ഖൂമൂ യാ ഗാഫിലീൻ, അശ്രദ്ധമായി ഉറങ്ങുന്നവരെ നിങ്ങളൊക്കെ ഒന്ന് എഴുന്നേൽക്കണേ. നോക്കി നിങ്ങള്, നമുക്ക് കോഴിക്കൂറ്റിൽ നിന്ന് കേൾക്കുന്നത് കൊക്കക്കോ എന്നൊരു ശബ്ദമാണെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ കോഴിക്കൂറ്റിൽ നിന്ന് ആ കോഴി വിളിച്ചു പറയുന്നത് ഖൂമൂ യാ ഗാഫിലീൻ, അശ്രദ്ധമായി ഉറങ്ങുന്നവരെ നിങ്ങളൊക്കൊന്ന് എഴുന്നേൽക്കണേ, നിസ്കാരത്തിന്റെ ടൈമായിട്ടുണ്ട്, നിങ്ങളൊക്കെ എഴുന്നേൽക്കണേ എന്ന് കോഴി സുബഹിയുടെ മുന്നേ എഴുന്നേറ്റ് ദഅവാ പ്രവർത്തനം നടത്തുകയാണ്. ഉറങ്ങുന്നവരെ വിളിച്ചുണർത്തുക എന്ന ഒരു ദഅവാ പ്രവർത്തനം കോഴി നടത്തുമ്പോ മുഅ്മിനീങ്ങളെ, നമ്മളിൽ പല ചെറുപ്പക്കാരും പന്ത് കളി കണ്ട് സമയം ഉറക്കം ഒഴിച്ച് സുബഹിയുടെ നേരത്ത് സുഖമായി പുതപ്പ് മൂടി പുതച്ച് കിടന്നുറങ്ങുകയാണ്. നാളെ ആഖിറം നമുക്ക് രക്ഷപ്പെടണം. റഹ്മാൻ അലൈഹിസ്സലാം വന്ന് കഫൻ തുണിയിൽ വിരൽ തുമ്പ് കൊണ്ട് തുപ്പുനീരു മഷിയാക്കി എഴുതുമ്പോൾ ഇതെല്ലാം നമ്മൾ എഴുതി വെക്കേണ്ടി വരുമെന്നൊരു ചിന്ത നമ്മുടെ ചെറുപ്പക്കാരുടെ കൽബിലേക്ക് വെച്ചു കൊടുക്കാനുള്ളൊരു അവസരം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. കഴിഞ്ഞില്ല മുഅ്മിനീങ്ങളെ, സുബഹിന്റെ സമയത്തുള്ള ഉറക്കത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ കൂടി പറയട്ടെ. മഹാന്മാര് പറയുന്നു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സലാസത്തു അസ്വാത്തിൻ, 3 ശബ്ദം, യുഹിബ്ബുഹുല്ലാഹ്, അള്ളാഹ്ക്ക് വളരെ ഇഷ്ടമാണ്. 3 ശബ്ദം റബ്ബ് തആലാക്ക് വളരെ ഇഷ്ടമാണ്. ഒരു ശബ്ദം ഏതാണ്? സൗത്തുദ്ദീഖ്, കോയിന്റെ ശബ്ദം. വേറൊരു ഹദീസിൽ കാണാം, കോഴി കുകുന്നത് കേൾക്കുമ്പോൾ അത് റഹ്മത്തിന്റെ മലായിക്കത്തീങ്ങളെ കാണുമ്പോഴാണ് കോഴി കുകുക. നിങ്ങൾ റഹ്മത്തിനെ ചോദിക്കണമെന്ന് മറ്റൊരു ഹദീസിൽ കാണാം. കൈത കരയുന്നത്, നായ ഓലിരുന്നത് ശൈത്താന്മാരെ കാണുമ്പോഴാണ്, അദാബിന്റെ മലക്കുകളെ കാണുമ്പോഴാണ്. അതുകൊണ്ട് കൈത കരയുന്ന സമയത്ത്, അതുപോലെ തന്നെ പറ്റി കരയുന്ന കുരക്കുന്ന സമയത്ത് നിങ്ങൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണമെന്നും റസൂലുള്ളാന്റെ ഹദീസിൽ കാണാം. അപ്പൊ കോഴിയുടെ ശബ്ദം അള്ളാഹു തആലാക്ക് വളരെ തൃപ്തിയാണ്. വസൗത്തുല്ലദീ യഖറഉൽ ഖുർആൻ, ഖുർആൻ ഓതുന്നവന്റെ ശബ്ദവും അള്ളാഹു തആലാക്ക് വളരെ തൃപ്തിയാണ്. കഴിഞ്ഞില്ല മുഅ്മിനീങ്ങളെ, വസൗത്തുൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, അത്തായ സമയത്ത് റബ്ബിനോട് പാപമോചനം നടത്തുന്നവരുടെ ശബ്ദവും അല്ലാഹു തആലാക്ക് വളരെ തൃപ്തിയാണ്.
അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന KMIC മുഴുവൻ ശ്രോതാക്കളോടും സുബഹി ബാങ്ക് കൊടുത്ത് കഴിയുന്നത് വരെ ഉറങ്ങാതെ അതിന്റെ അല്പം മുന്നേ തന്നെ എഴുന്നേൽക്കുന്ന ഒരു സ്വഭാവം, ആ സമയത്ത് എഴുന്നേറ്റിട്ട് ഒരു 3 പ്രാവശ്യമെങ്കിലും ഒരു അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലിയാല് റബ്ബിന് നമ്മോട് വല്ലാത്ത തൃപ്തിയായിരിക്കും. റബ്ബിനിക്ക് നമ്മോട് തൃപ്തി വന്നാൽ നമ്മുടെ ദുനിയാവ് വിജയിക്കും മുഅ്മിനീങ്ങളെ, നമ്മുടെ ആഖിറം വിജയിക്കും. മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നിശ്ചയമായിട്ടും അല്ലാഹു തആല പ്രത്യേക തരം ഒരു കാറ്റിനെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. ആ കാറ്റ് എന്ത് ചെയ്യും? തഹുബ്ബു ബിൽ അസ്ഹാർ, അത്തായ സമയത്ത് ആ കാറ്റ് അടിച്ചു വീശുമെന്നാണ്. അല്ലാഹു തആല പ്രത്യേകം സൃഷ്ടിച്ച ആ കാറ്റ് അത്തായ സമയത്ത് സുബഹിയുടെ അല്പം മുന്നെയാണ് അത് അടിച്ചു വീശുക. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാരും വൈദ്യന്മാരൊക്കെയും പറയുന്നു, സുബഹിയുടെ മുന്നേ എഴുന്നേറ്റ് ആ തണുപ്പ് ശരീരത്തിലൊന്ന് കൊല്ലിക്കാൻ സാധിച്ചാൽ ഒരുപാട് രോഗങ്ങൾക്ക് ശിഫ കിട്ടുമെന്നാണ്. നോക്കൂ, നമ്മുടെ ബ്രാഹ്മണന്മാരാവുന്ന സുഹൃത്തുക്കള്, നമ്പൂതിരി വർഗത്തിലുള്ള ഹൈന്ദവ സുഹൃത്തുക്കള്, നായന്മാര് വർഗത്തിലുള്ള സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? 70 വയസ്സ് 80 വയസ്സ് പോലോത്ത പല ഹൈന്ദവ സുഹൃത്തുക്കളും നല്ല ആരോഗ്യം, നല്ല ആഫിയത്തുള്ള, നല്ല ആരോഗ്യമുള്ളവരെ കാണാം. കാരണം അവർക്കൊരു സ്വഭാവമുണ്ട്, എത്ര തണുപ്പുള്ള സമയമാണെങ്കിലും നമ്മുടെ സുബഹിയുടെ അല്പം മുന്നേ എഴുന്നേറ്റ് അവർ അടുത്തുള്ള കുളത്തിലോ പുഴയിലോ പോയി കുളിച്ചു വരുന്നത് കാണാം. നമ്മൾ സുബഹിക്ക് ജമാഅത്തിന് പള്ളിയിലേക്ക് പോകുമ്പോ അവര് നല്ല തണുപ്പുള്ള സീസണാണെങ്കിലും പുഴയിലും കുളത്തിലും പോയി കുളിച്ച് ശരീരത്തിൽ വസ്ത്രങ്ങളൊന്നും ധരിക്കാതെ അവർ നടന്നു വരുന്നത് നമുക്ക് കാണാം. ആ സമയത്തുള്ള കാറ്റ് ശരീരത്തിൽ കൊല്ലിക്കുന്നത് ആരോഗ്യപരമായി നല്ലതാണ്. നല്ല ത്വൽസമാത്തിന്റെ കിതാബ് നോക്കിയാൽ മഹാന്മാര് പറഞ്ഞത് കാണാം, സുബഹിയുടെ മുന്നേ എഴുന്നേറ്റ് ഒരാൾ ദിവസം കുലിക്കല് പതിവാക്കിയാൽ സിഹ്ർ അവനെ ബാധിക്കില്ല, പൈശാചികമായ രോഗങ്ങളൊന്നും അവനെ ബാധിക്കില്ല. നോക്കി, സുബഹിയുടെ മുന്നേ എഴുന്നേറ്റ് കുലിക്കല് പതിവാക്കിയാൽ സിഹ്ർ, ഏത് സിഹ്ർ അവനിക്ക് ചെയ്താലും അവനിക്ക് ആ സിഹ്ർ ഫലിക്കില്ല. അതുപോലെ തന്നെ പൈശാചികമായ ഒരു രോഗവും അവനിക്ക് വരില്ല. അതാണ് സുബഹിയുടെ മുന്നത്തെ സമയത്തിന്റെ പ്രത്യേകത. എന്നിട്ട് സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ കാറ്റിങ്ങനെ അടിച്ചു വീശും. എന്നിട്ടോ വതഹ്മിലു, ആ കാറ്റിന്റെ പണി എന്താണ്? ആ കാറ്റ് വഹിച്ചു കൊണ്ടുപോകുന്നതാണ് അൽഅദ്കാറ, ആ സമയത്ത് ചെല്ലുന്ന ദിക്റുകളെ, വല്ലിസ്തിഗ്ഫാറ, ആ സമയത്ത് പാപമോചനം നടത്തുന്നതിനെയും ആ കാറ്റ് വഹിച്ചു കൊണ്ടുപോകും. ഇലൽ മലിക്കിൽ ജബ്ബാർ, രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവിന്റെ ഭാഗത്തേക്ക്. അപ്പൊ സുബഹിയുടെ മുന്നേ എഴുന്നേറ്റൊരു 3 ദിക്റ്, ഒരു 3 ഇസ്തിഗ്ഫാർ ചെല്ലുമ്പോ ആ കാറ്റ് നമ്മൾ ചെല്ലുന്ന ദിക്റുകളെ റബ്ബിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. നോക്കിങ്ങള്, നമ്മുടെ വാർത്തന്റെ സമയമായിട്ടുണ്ട്. അല്ല, നമ്മളെ ജലീൽ മദബൂരിനെ വാർത്തന്റെ ആൾക്കാരെ കാണാത്തത് കൊണ്ട് അങ്ങനെ തുടർന്നതാണ്. ഏതായിരുന്നാലും ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല. അപ്പൊ സുബഹിക്ക് ഇനിയൊരു പ്രത്യേകത ഉണ്ട്, ഒന്നുകൂടി പറയട്ടെ, വാർത്തന്റെ ആൾക്കാരെ കാണാത്തത് കൊണ്ട്. ഇദാ കാന അവ്വലു ലൈലി യുനാദി മുനാദിൻ മിൻ തഹ്തിൽ അർശി, രാത്രിയുടെ ആദ്യ ഭാഗമായാൽ അർശിന്റെ ഭാഗത്ത് നിന്നൊരു മലക്ക് വിളിച്ചു പറയുന്നു, അലാ ലിയകുമിൽ ആബിദൂൻ, ഇബാദത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചവരൊക്കെ എഴുന്നേറ്റോളൂ. ഫയഖൂമൂന, അങ്ങനെ ഒരു വിഭാഗം മുഅ്മിനീങ്ങൾ എഴുന്നേൽക്കാൻ തുടങ്ങി. വയുസല്ലൂന മാഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചത്ര അവർ നിസ്കരിച്ചു. സുമ്മ യുനാദി മുനാദിൻ ഫീ ശത്രിൽ ലൈലി, രാത്രി പകുതിയായാൽ അർശിന്റെ ഭാഗത്ത് നിന്നൊരു മലക്ക് വിളിച്ചു പറയുന്നു, അലാ ലിയഖുമിൽ ഖാനിതൂൻ, അല്ലാഹു തആലാക്ക് അനുസരിക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ എഴുന്നേൽക്കണേ. ഫയഖൂമൂന, അങ്ങനെ ഒരു വിഭാഗം വീണ്ടും എഴുന്നേൽക്കുന്നു.
വയുസല്ലൂന ഇലസ്സഹരി, അത്തായ സമയമാകുന്നത് വരെ അവർ നിന്ന് നിസ്കരിക്കുന്നു. ഫഇദാ കാന അസ്സഹ്റു, അത്തായ സമയമായാല് യുനാദി മുനാദിൻ, വീണ്ടും ഒരു മലക്ക് വിളിച്ചു പറയുന്നു, അള്ളാഹുവിനോട് പാപമോചനം ആഗ്രഹിക്കുന്നവരെ എഴുന്നേൽക്കനെ, അള്ളാഹുവിനോട് പാപമോചനം നടത്തനെ. ഫയഖൂമൂന, ഒരു വിഭാഗം മുഅ്മിനീങ്ങൾ എഴുന്നേൽക്കുന്നു. വയസ്തഗ്ഫിറൂന, അവർ പാപമോചനം നടത്തുന്നു. ചുരുക്കി പറഞ്ഞാൽ മുഅ്മിനീങ്ങളെ, സുബ്ഹിയോട് അടുത്ത സമയവും സുബ്ഹിന്റെ ശേഷമുള്ള സമയത്തിനും വലിയ സ്ഥാനമാനങ്ങളുണ്ട്. ആ സമയത്ത് നമ്മളൊക്കെയും കൂർക്കം വലിച്ചുറങ്ങുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് ഇല്ലാതെയാക്കും. അതിന് കാരണം കൂടാതെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, വല്ലവരും ഫുട്ബോൾ പ്രേമികളായ ആളുകൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ശരീരത്തിനും ഒരു കാര്യമില്ല, നമ്മുടെ ബുദ്ധിക്കും ഒരു കാര്യമില്ലാത്ത ഈ പന്ത് കളി കണ്ട് നമ്മുടെ സുബ്ഹി പോലും കളാ ആവുന്ന രൂപത്തിൽ ഉറങ്ങുന്ന ഒരു അവസ്ഥ, അത് നമ്മുടെ ജീവിതത്തെ, ഭൗതികമായ ജീവിതത്തെയും നമ്മുടെ പാരത്രികമായ ജീവിതത്തെയും ബാധിക്കും എന്ന് സാന്ദർഭികമായി ഉണർത്തി, അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെടുന്ന ചെറുപ്പക്കാരോടൊക്കെയും ആ വിഷയങ്ങളുടെ ഗൗരവങ്ങളൊക്കെയൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നോക്കിയും. ഇപ്പൊ യശാനിസ്കാരം നമ്മുടെ കേരളത്തിലൊക്കെ രാത്രി 9:30 മണിക്കാത്ര കളി ആരംഭിക്കുന്നത് അല്ലേ? യശാനിസ്കാരം കഴിഞ്ഞാൽ സംസാരിക്കാൻ പാടില്ല എന്ന് മസ്അല കാണാം. ഖുർആൻ പഠിക്കാനോ ഉപകാരപ്രദമായ ഇൽമു പറയാനോ അല്ലാത്ത ആവശ്യങ്ങൾക്കൊന്നും വേണ്ടിയിട്ട് വർത്തമാനങ്ങൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിടത്ത് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഒരു മസ്അല ഞാൻ പറയട്ടെ. ഈ ഇശാഇന്റെ ശേഷം സംസാരിക്കാൻ പാടില്ല എന്നതിനോട് ചേർക്കപ്പെട്ടു വ ഉൽഹിക ബിൽ ഹദീസി, ഇശാഇന്റെ ശേഷം സംസാരിക്കാൻ പാടില്ല എന്നതിനോട് ചേർക്കപ്പെട്ടു നഹ്വുൽ ഖിയാത്തത്തി, തുന്നപ്പനി പോലോത്തതിനെ. അപ്പൊ യശാ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ തുന്നപ്പനി എടുക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ അവിടെ തന്നെ ഫിഖിന്റെ കിതാബ് പറയുന്നു വലഅല്ലഹു ലിഗൈരി സാത്തിരിൽ ഔറത്തി, ഔറത്ത് മറക്കാനുള്ള വസ്ത്രം യശാഇന്റെ ശേഷവും നെയ്യാം. അപ്പൊ ഔറത്ത് മറക്കാൻ അല്ലാത്ത ആവശ്യങ്ങൾക്കുള്ള വസ്ത്രങ്ങൾ പോലും യശാഇന്റെ ശേഷം നെയ്യാൻ പാടില്ല, തുന്നാൻ പാടില്ല എന്നൊക്കെയും കിതാബിൽ കാണാം. പക്ഷെ അത് എത്രത്തോളം നമുക്കൊക്കെ നടക്കും അത് മറ്റൊരു വിഷയം ഇരിക്കട്ടെ. ഞാൻ പറയുന്നത്, ഇത്രത്തോളം ആദരവും ബഹുമാനവുമുള്ള സമയത്ത് ഈ ടിവിയുടെ മുമ്പിലിരുന്ന് കൂത്ത് വിളിച്ച് ആ തത്തഹസിച്ചിരിക്കുന്ന നല്ലൊരു വിഭാഗം ചെറുപ്പക്കാർ, ഞാൻ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരോടൊക്കെയും പറയുന്നു, ആരുതെങ്കിലൊക്കെയും വീട്ടിൽ ടിവി ഉണ്ടാവും. നമ്മുടെ ഏകദേശം പ്രായപൂർത്തിയായ മക്കള് രാത്രി 2 മണിക്കും 3 മണിക്കും ഈ പന്ത് കളി കാണാൻ വേണ്ടി ഉറക്കമൊഴിച്ച് സുബഹിയും കളാ ആക്കി നമ്മുടെ ആരുതെങ്കിലും വീട്ടിൽ കേരളത്തിൽ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അവരൊക്കൊന്ന് വിളിച്ച് ഉപദേശിക്ക. എടാ ഹംക്കെ എജങ്ങാനും എന്റെ പെരയിലിരുന്ന് ടിവി കണ്ടിട്ടുണ്ടെങ്കിൽ അത് കജ്ജും കാലും ഞാൻ അങ്ങനെയൊക്കെ എന്തൊരു ഉപദേശം, അങ്ങനെ നമ്മൾ ഉപദേശിക്കരുത്. അപ്പോ പിന്നെ പെരേനാണ്ട് ഇറങ്ങിപ്പോയി വേറെ ഏതെങ്കിലും ഭാഗത്ത് പോയിരിക്കും. നല്ല ഉപദേശം നൽകുക. ആ മോനെ ഫോൺ വിളിച്ചിട്ട് പാടെ കുത്തി കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കണം. അത് 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല, പല പ്രാവശ്യം പറഞ്ഞ് നമ്മൾ എന്റെ മകൻ നന്നാവണം എന്ന നല്ല നിയ്യത്തോടുകൂടെ, നിയ്യത്ത് നന്നായാൽ എന്തും ചെയ്തതോ തൗഫീക്ക് പിന്നിൽ നിന്ന് തല്ലിത്തരുമതോ, അപ്പൊ നല്ല നിയ്യത്തോടുകൂടെ എന്റെ മകൻ ഇത്തരം അനാവശ്യമായ വിഷയങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്നതിൽ നിന്ന് മാറണം എന്ന നല്ല നിയ്യത്തോടുകൂടെ ഓക്കെ ഉസ്താദിന്റെ പേരിൽ ഒരു ഫാത്തിഹ കോതിച്ച് നിങ്ങൾ മക്കളാണ്ട് ഉപദേശിച്ചു നോക്കാനി. ആ മക്കളുടെ മനസ്സിൽ ഒരു ചെറിയ മാറ്റം ഞാൻ കാണൂല. പറയാ നിപ്പാടെ കുട്ടി കാണുകയാണെങ്കിൽ ഒരു അരമണിക്കൂറും 3/4 മണിക്കൂറും കണ്ടാൽ മതി എന്ന് സമയം ചുരുക്കുക. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് അവനോട് മെല്ലെ 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 ആ ഒരു ചിന്തയിൽ നിന്ന് അവന്റെ കൽബ് മാറ്റിയെടുക്കുക. നേരെ പെരേക്കാണ്ട് വിളിച്ചെങ്ങാണ്ട്
എടി എന്റെ പെരയിലെങ്ങാനും ടി വി ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മറ്റോലി ഞാൻ അങ്ങത്താക്കും ഇങ്ങത്താക്കും അമ്മാതിരി വർത്താനൊന്നും പറയരുത്. അതൊന്നും ചിലപ്പം പ്രായോഗികമായിട്ടില്ല എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുക. ചിലപ്പോ നമ്മൾ ഈ വഴലൊക്കെ ഇങ്ങോട്ട് ഹരം മൂക്കുമ്പോ നേരെ വീട്ടിലേക്ക് വിളിച്ചെങ്ങാണ്ടേ എനിക്കറിയില്ല അതിന്റെ ഗൗരവം. ഞാൻ എത്രയോ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വീട്ടില് അല്ലാന്റെ ലഴനത്തിറങ്ങുന്ന രൂപത്തിൽ നിങ്ങളെ അമ്മാതി മക്കളി ഒരു പന്ത് കളിയെന്നൊന്നും പറഞ്ഞ് ചൂടാവാതെ നല്ല നിലയിൽ ഓരോ വിഷയത്തിന്റെ ഗൗരവങ്ങളൊക്കെയും പറഞ്ഞ് പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരെ റമളാനിന്റെ മുന്നൊരുക്കം എന്ന നിലക്ക് ഇനി റമളാനില് നട്ടപ്പാതിരക്കൊക്കെയാണ് കളി വരാൻ പോകുന്നത്. ആ സമയത്തൊക്കെ നമ്മുടെ മക്കള് വിശുദ്ധമായ ഖുർആൻ പോലും ഓതാതെ രാത്രി സമയത്ത് പന്ത് കളി കണ്ടിട്ട് റമളാനിന്റെ സുബഹി പോലും ഖളാ ആക്കി ഉറങ്ങുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന രക്ഷിതാക്കന്മാര് അത്തരം പ്രവർത്തനങ്ങളുമുള്ള വല്ല മക്കളും നമുക്കുണ്ടെങ്കിൽ അവരോടൊക്കെ നല്ലോണം ഉപദേശിച്ച് രാത്രി സമയത്തൊക്കെ റബ്ബിനോട് റബ്ബെന്റെ മക്കളജ് അത്തരം ചിന്തയിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി നിർത്തി എന്റെ മക്കളുടെ കൽബില് അള്ളാഹുവെ നല്ല ചിന്ത കൊടുക്കണേന്ന് നമ്മളൊന്ന് ആത്മാർത്ഥമായി ദുആയും ചെയ്യുമ്പോ നമ്മുടെ മക്കളും നമ്മുടെ കുടുംബമൊക്കെ നന്നായി കിട്ടും. അല്ലാഹു തആല നമ്മുടെ ശ്രോതാക്കളുടെ മക്കളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനത്തെ ഫുട്ബോൾ പ്രേമത്താൽ കളി പിരാന്തന്മാരുണ്ടെങ്കിൽ അവരുടെ കൽബുകളിൽ നിന്ന് അല്ലാഹു തആല പന്ത് കളിയോടും ക്രിക്കറ്റ് കളിയോടൊക്കെയുള്ള ജ്വരം ഒഴിവാക്കി നല്ലത് കേൾക്കാനും നല്ലത് പഠിക്കാനും ഖുർആൻ ഓതാനുള്ള സന്മനസ്സൊക്കെയും അവരുടെ കൽബിലേക്ക് അള്ളാഹു ഇട്ടുകൊടുക്കുമാറാവട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ പല കാര്യങ്ങളും വെച്ച് ദുആ ചെയ്യാൻ വേണ്ടി PM അയച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ ഉദ്ദേശങ്ങളും അവരുടെ ആവശ്യങ്ങളും വിഷമങ്ങളൊക്കെയും അറിയുന്നവരാണ്. എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ദൂരീകരിച്ച് സന്തോഷകരമായ ജീവിതം അല്ലാഹു ദുനിയാവിലും നാളെ ആഖിറത്തിലും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗങ്ങളെ കൊണ്ട് വിഷമം സഹിക്കുന്നവരുടെ രോഗങ്ങൾ അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. കടം കൊണ്ട് വിഷമിക്കുന്നവരുടെ കടം അല്ലാഹു വീട്ടാനുള്ള മാർഗം കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവരുടെ ദോഷങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ ഖബർ ജീവിതം പ്രകാശത്തിലും സന്തോഷത്തിലും ആക്കി തീർക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് നമ്മുടെ KPA കരീം ഉസ്താദക്കാരൊക്കെ ക്ലാസ് റൂമിലുണ്ട്. സൈൻ തങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്കയിലേക്ക് വരണം. ഇവിടെ ബാങ്ക് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മുടെ ശരീരത്തിന് ആരോഗ്യം കിട്ടുന്ന രൂപത്തിൽ ബുദ്ധിക്ക് ഉപകാരം കിട്ടുന്ന രൂപത്തിൽ നിസ്കാരം കളാ ആക്കാത്ത, കളാ ആയിപ്പോയ നിസ്കാരം കളാ വീട്ടിയിട്ട് നിർബന്ധമായ കാര്യങ്ങളൊന്നും മുടങ്ങാതെ അനാവശ്യമായി പൈസ ചെലവാവാതെ അതുപോലെ തന്നെ ഔറത്തൊക്കെ മറച്ച് അങ്ങനത്തെ കളികളൊന്നും ഹറാമാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇന്ന് നടക്കുന്ന ഫുട്ബോൾ കളിയും ക്രിക്കറ്റ് കളിയും കാണല് അത് ശരീരത്തിനും ഉപകാരമില്ല, ബുദ്ധിക്കും ഉപകാരമില്ല. വെറുതെ നമ്മുടെ വിലപ്പെട്ട സമയം റസൂലുള്ളാഹിന്റെ ഹദീസ് കാണാം, അല്പസമയം ഒരാള് ആവശ്യമില്ലാതെ ചെലവാക്കിയാൽ അതിന്റെ ഖേദം നാളെ ആഖിറത്തിൽ അവനിക്ക് തീർക്കാൻ പറ്റാത്ത ദുഃഖിതനായി തീരും. റബ്ബേ, എന്റെ ദുന്യാവിലെ കുറച്ചു സമയം ഒരാവശ്യവുമില്ലാതെ ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ എന്ന വലിയ ദുഃഖത്തിന് അവൻ കാരണമാകുമെന്നൊക്കെയും ഗൗരവം അറിയിക്കുന്ന ഹദീസുകളൊക്കെയും കാണാം. അതുകൊണ്ട് എന്റെ ഇപ്പോൾ ശബ്ദം ശ്രവിക്കുന്ന ആരെങ്കിലും യശാ നിസ്കാരക്കും കഴിഞ്ഞ് എവിടെങ്കിലൊക്കെ ഗീബത്തും നമീമത്തൊക്കെയും പറയുന്ന സ്ഥലത്ത് പോയിരുന്ന് ആവശ്യമില്ലാതെ അതിലങ്ങനെ ലയിച്ചിരിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ തൽക്കാലം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇതിനൊക്കെ നാളെ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. റഹ്മാൻ അലൈഹിസ്സലാം നമ്മുടെ കഫൻ തുനിയിൽ എഴുതിപ്പിക്കും എന്ന കാര്യവും ഉണർത്തി അള്ളാഹു നമ്മുടെ ഓരോ സെക്കൻഡും ഓരോ ചലനവും ഓരോ വിചാരവും വികാരവും കേൾവിയും പറയലും എല്ലാം അള്ളാഹു പൊരുത്തപ്പെട്ട മാർഗത്തിലായി സന്തോഷത്തോടു കൂടി ദുന്യാവിനു മരിക്കാൻ, മരണാനന്തരം ഒരുപാട് മുഅ്മിനീങ്ങൾ നമുക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ, നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ, നമുക്ക് വേണ്ടി ഹദിയ ചെയ്യാൻ, അതിനൊക്കെ നമ്മുടെ സംഘടനാ പ്രവർത്തനവും ഈ ക്ലാസ് റൂമിന് വേണ്ടിയുള്ള പ്രവർത്തനവും അള്ളാഹു ആക്കി തീർക്കട്ടെ. അതുകൊണ്ട് അവസാനമായി എന്റെ പ്രിയപ്പെട്ട ഗൾഫുകാരായ മുഴുവൻ ശ്രോതാക്കളും സുബഹിയുടെ ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെയെങ്കിലുമുള്ള ഉറക്കം അവസാനിപ്പിച്ച് ഒരു ബറക്കത്തുള്ള ജീവിതത്തിലേക്ക്
തിരിച്ചു വരാനുള്ള അവസ്ഥ ഞാനത് ആക്ഷേപ ഒരു ഉപദേശമല്ല. പല ഗൾഫുകാർക്കാണ് അങ്ങനത്തെ സ്വഭാവം അധികം. അള്ളാഹു നമ്മുടെ ഗൾഫ് ജീവിതത്തിൽ ബറക്കത്ത് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ തൽക്കാലം മൈക്ക റിലീസ് ചെയ്യുന്നു. ദുആ വസിയ്യത്തോടെ കണ്ടോ നമ്മളൊരു സുഹൃത്ത് അറിയിക്കുക. കാരണം നമ്മുടെ കൈവശത്തിലുള്ള മൊബൈലിലൂടെ തന്നെ എല്ലാ കളിയും കാണാം. അതിനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ മൊബൈലില്. ഉമ്മമാര്, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, തൽക്കാലം ആഖിറം എന്റെ റഹ്മാൻ അലൈഹിസ്സലാം കഫൻ തുനിയിൽ എഴുതിപ്പിക്കുന്ന രംഗത്ത്, റബ്ബേ ഞാൻ കുറേ സമയം പന്ത് കളി കാണാൻ വേണ്ടി എന്റെ സമയം ഉപയോഗപ്പെടുത്തി എന്ന് എഴുതേണ്ട ഒരവസ്ഥ വരാതിരിക്കാൻ അവനവന്റെ കൈവശമുള്ള മൊബൈലിലൊക്കെയും കാണാൻ സൗകര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആരും ഇത് കാണുന്നില്ലെങ്കിലും റബ്ബ് തആല കാണുന്നുണ്ട് എന്ന ബോധം നമുക്കൊക്കെയും വേണം. ഉപകാരമില്ലാത്ത, ശരീരത്തിന് ഉപകാരമില്ലാത്ത, നമ്മുടെ ബുദ്ധിക്ക് യാതൊരു ഉപകാരവുമില്ലാത്ത എല്ലാ കളി കണ്ട് ആസ്വാദനത്തിൽ നിന്നും ആനന്ദത്തിൽ നിന്നും നമ്മളൊക്കെയും മാറി നിൽക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത്, ഒരു ഉപദേശം, ഒരു സ്വന്തം നഫ്സിനോടും എന്റെ പ്രിയപ്പെട്ട ക്ലാസ് റൂമിലുള്ളവരൊക്കെ നമ്മൾ മുഹിബ്ബീങ്ങളാണ്. ഞാനൊരു ഉസ്താദും നിങ്ങളൊക്കെയും ഒരു ശ്രോതാക്കളും എന്ന നിലക്കല്ല, നമ്മൾ എല്ലാവരും ഒരു ഉമ്മ പെറ്റ മക്കളെപ്പോലെ സഹോദര സഹോദരിമാര്, ഈ KMICയുടെ മുഹിബ്ബീങ്ങൾ, ശ്രോതാക്കൾ, പ്രവർത്തകര് എല്ലാവരും ഒരു കൊരക്കീഴിലായി ഒരേ ചിന്തയിൽ, ഒരേ ആശയത്തിൽ, ഒരേ ആദർശത്തിൽ, ഒരേ നേതൃത്വത്തിലായി ജീവിച്ചു മരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അല്ലാഹുവേ, ഈ ക്ലാസ് റൂമിന്റെ ഒരുപാട് ശ്രോതാക്കൾ വിവിധങ്ങളായ സ്ഥലങ്ങളിലുണ്ട്. അവരെ ഞങ്ങൾക്ക് കാണുവാനോ ഞങ്ങളെ അവർക്ക് കാണാനോ ഈ ദുനിയാവിൽ അവസരമില്ലെങ്കിലും നാളെ സ്വർഗീയ ലോകത്തിന് ഈ അവസരം ഒരുക്കിത്തരണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ വസിയ്യത്തോടെ അതെങ്കിലും ഒന്ന് റൈസാൻഡ് ചെയ്താൽ അത് ഉപകാരമായിരുന്നു. സൈന്തങ്ങളോ കരീം ഉസ്താദോ, സൈന്തങ്ങൾ ആരെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ? ഏതായാലും ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ദുആ വസിയ്യത്തോടെ അസ്സലാം.